കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജാവ് ചെങ്കുടുംബത്തിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രമുഖരായ ഒരുവിധം കുടുംബങ്ങളെയും രാജാവ് ക്ഷണിച്ചിട്ടുണ്ടാകും. അവിടെ എത്തി നോക്കുമ്പോൾ നമ്മുടെ ഷാവുഷങ് ആകെ വിഷമിച്ച് നടക്കുന്നത് കണ്ട് ചീച്ചിയും യായും കൂടെ അവളെ രാജകുമാരിമാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അവരുടെ തമാശകളെല്ലാം പറഞ്ഞ് അവളെ എനർജറ്റിക് ആക്കാൻ വേണ്ടി നോക്കും. അപ്പോഴായിരിക്കും ഹേസജനും അയാളും കൂടെ അവിടെ കയറി വരുന്നത് ഷാവുഷങ് കാണുക. അവൾ അവരെ കാണുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഷാവുഷങ് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കുതിരപ്പുറത്തും കയറി പോവുകയാണ്. അതിനിടക്ക് വെച്ച് അവളൊരു പഴയ മനോഹരമായ ഒരു കെട്ടിടം കാണാനിടയാവുകയാണ്. അവൾ ആ കെട്ടിടത്തിൽ കയറി അതിന്റെ ഡിസൈൻ എല്ലാം നോക്കുന്നതിനിടയ്ക്ക് ആരോ സംസാരിക്കുന്നത് അവൾ കേൾക്കാനിടയാവുകയാണ്. ഇനി രാജാവാൻ പോകുന്ന ഒന്നാം രാജകുമാരനെ സ്ഥാനത്ത് നിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന സംസാരങ്ങളായിരിക്കും അവൾ കേട്ടിട്ടുണ്ടാവുക. അവർ കാണാതിരിക്കാൻ വേണ്ടി അവൾ അവിടെ നിന്ന് ഓടുന്നതിനിടക്ക് അവളുടെ ഒരു മാല താഴേക്ക് വീഴുകയാണ്. ഇതിന്റെ ശബ്ദം കേട്ട് അവർ ഓടി വരുന്നത് കണ്ട് അവൾ രക്ഷപ്പെടാൻ നോക്കുകയും പെട്ടെന്ന് തന്നെ ലിംബോയ് വന്ന് അവളെയും കൊണ്ട് ജനലിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്.